എവിടുന്ന് മോനൊക്കെ വരുന്നു? ഞാൻ ഒരു മരിപ്പുണ്ടായിരുന്നോട് അത് കഴിഞ്ഞു വരികയാണ്. ജയ് പെരേക്കൊണ്ട് വാ, എന്നോടൊരു കാര്യം പറയാണ്ട്. ഞാൻ പിന്നെ വരാക്കാം, എനിക്ക് പോയിട്ടൊരു അർജന്റ് ഉണ്ട്. അനക്കല്ലെങ്കിൽ എന്നും അർജന്റ് തന്നെ. അത് കാരണമല്ല ഇപ്പൊ ആ പെണ്ണിനെ അവിടെ കൊണ്ടാക്കിക്കണ്. എന്ന് കാലം പോയിക്കണോള് ഇമ്മ എന്നും പറഞ്ഞു ഒളിച്ചുകൊണ്ട് എന്നോട് ഓളൊന്ന് കൊടുന്നാ നന്നായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്റെ കുട്ടീനെ കെട്ടിച്ചാൻ പ്രായമായിക്കണു. പെണ്ണുങ്ങൾ അവിടെ നിർത്തുന്ന കാര്യം എന്നോട് ചോദിച്ചാല് എനിക്കൊരു തെറ്റൂല, എന്നാ ഓളോട് ചോദിച്ചാല് ഓക്കും തെറ്റില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു തെറ്റില്ല. പിന്നെ ആർക്കും അവിടെ തെറ്റ്? നാട്ടുകാർക്കോ? ഇത് പറയാനാ കാക്കപ്പങ്ങൾ എന്നെ പിടിച്ചു നിർത്തിക്കേണ്ടത്. നമ്മളെ കുടുംബത്തിൽ എവിടെ ചെന്നാലും ഈ ഒരു വർത്താനം മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് ഞാൻ മടുത്തക്കണം. കൂട്ടും കുടുംബക്കാരൊക്കെ ചോദിച്ചു. കാരണം എന്താ, അന്റെ മാതിരി ആരും ഉണ്ടാവില്ല പെണ്ണുങ്ങളെ ഓളോടെ കൊണ്ടായിക്കാണ്ട് ഇവിടെ തെണ്ടി കിടക്കേണ്ടത്. ഇപ്പൊ അത് എന്റെ കൂട്ടുകാരനെ വെച്ച് തെറ്റിക്കണു. എന്താ അത് കാരണം? ആ ചോദ്യമായി നാട്ടുകാർ മുഴുവൻ ചോദ്യം തുടങ്ങിയിരിക്കണു. കുടുംബക്കാർ ചോദിച്ചിട്ടില്ല, ഓലത് അറിയായിട്ടാണ്. ഞാനും വന്ന് തെറ്റാനേ പൈസന്റെ ഇടപാടിൽ തെറ്റിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്താ ഇജ്ജ അങ്ങണ്ടോ അങ്ങണ്ടോ എന്തേലും പൈസ പറ്റിച്ചാ? ഞാൻ അങ്ങനെ ഒരാൾ പൈസന്റെ ഇടപാടിൽ പറ്റിച്ചിട്ടില്ല. ഞാനത് പഠിച്ചിട്ടില്ല. ഓനാണ് എന്നെ പറ്റിച്ചത്. ഞങ്ങൾ ഒരു കോടിന്റെ ഒരു ഭൂമിന്റെ കച്ചവടം നടത്തി. അതുപോലെ അഡ്വാൻസ് ആയിട്ട് 50 ലക്ഷം റുപ്യ കൊടുത്തു തന്നു. 50 ലക്ഷം റുപ്യ കിട്ടിയ 1.5 ലക്ഷം റുപ്യ ഞങ്ങൾക്ക് കമ്മീഷനായി കിട്ടും. 75,000 എനിക്കും 75,000 ഓനും. അത് ഓൻ ഫസ്റ്റ് ഗഡുവെച്ച് കൊടുത്തു തന്നു. പിറ്റത്തെ പൈസ ഓന്റെ തന്നെ ഓര് കൊണ്ടു കൊടുത്ത് 50 ലക്ഷം റുപ്യ. അതിലുണ്ടാവും 75 എനിക്കും 75 ഓനും. ഓ 75 ആയിട്ട് അവിടെ മുങ്ങി. 1.5 ലക്ഷം റുപ്യ ഓനാണ് പോയി. ഓച്ച് ഒരു ഉറുപ്പ്യ തന്നില്ല. ഞാൻ ഇപ്പോഴാണ് അത് അറിയേണ്ടത്. ഓൻ എവിടുക്കും മുങ്ങണ്? ഓനല്ലേ ഇവിടെ നടക്കണ്ടേ? പൈസന്റെ ഇടപാടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോക്കത്, അല്ല തെറ്റി അടക്കല. അത് ചോദിച്ചതാണ് ഇപ്പേ ഞാൻ ചെയ്ത വലിയ തെറ്റ്. ചോദിച്ചത് ഓന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ ആ പറമ്പച്ചോണ്ട് വെച്ചിട്ട് മെയ്തി ഉണ്ടല്ലോ വേറെ ചെക്കനെ, ഓനാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത് ഇവന് പല സംഗതിയിലും എന്നെ പറ്റിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ആരും നമ്മളെ ഒപ്പം നടക്കുന്ന ആൾക്കാരല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യലില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിശ്വാസമായി ആ ചെക്കനെ. അതെ, നിങ്ങൾക്ക് അത്യാവശ്യം കച്ചവടമൊക്കെ നടന്നിരുന്ന ആളോ. അപ്പൊ അതിന്റെ കമ്മീഷൻ ഇങ്ങനെ വരുന്നുണ്ടപ്പോ ആൾക്കാർക്ക് കുറച്ച് കുയിറ്റുണ്ടാവും. അത് കാരണമാണ് നിങ്ങളുടെ അടിയിൽ ആരെങ്കിലും ഈ കുത്തിത്തീർപ്പ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓനോടും കൂടി ഒന്ന് ചോദിച്ചോക്കട്ടെ ഈ കാര്യത്തെ പറ്റി. നിങ്ങൾ ഇനി അത് ഓനോട് ചോദിച്ചാനൊന്നും പോകണ്ട. ഓന് കിട്ടിയ പൈസ ഓനാണ് മുണുങ്ങട്ടെ, ഓനാണ് തെയ്യട്ടെ. ഞാൻ പോവാണ്, ഞങ്ങൾ വർത്താനം വന്നിട്ടല്ലോ. ഇത് പോവല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. എടപ്പേരിത്തെ കോഴിക്കോടെ അവിടെ നിന്ന് മാറ്റിയേക്കണം. അവിടെ വെച്ചിട്ട് കുറുക്കന്മാരാകെ മാന്തി പറിച്ചാണ്. ഇന്നെ കൊണ്ട് ഒറ്റക്ക് കജൂല. ഇതൊന്നും വന്ന അതിന്റെ ഒരു തലൊന്നും പിടിച്ചേട്ടിക്കാം. ആകെ കോഴിക്കോട് പിടിച്ചേക്കാനോ? ഞാൻ ഈ വെള്ളിയാട്ടൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ചളിയാവും. ഞാൻ പിന്നാണ് വരണ്ട്. ഞാൻ പോയി. എന്റെ പെങ്ങൾക്ക് ആകെ ഒരു മോളുള്ളതാണ്. നായ്ക്കും നരിക്കും ഓനെ പറ്റൂല. വളിക്ക് തരിക.